നമസ്കാരം. CPO സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യത്തെ ക്ലാസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഒരാഴ്ച സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഓരോ ക്ലാസ്സും തരുന്നത്. ഇപ്പൊ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറിന്റെ അടുത്തോളം ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം ഒരുപാട് സെക്ഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒറ്റ ദിവസം എല്ലാം കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. ഈ ഒരാഴ്ച സമയം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 4ഓ 5ഓ സെക്ഷൻസ് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, എല്ലാ സെക്ഷൻസും കാണാതെ പഠിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയാറില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് എന്തായാലും പഠിക്കണം. പിന്നെ ബാക്കിയുള്ള അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അത് ഏത് സെക്ഷൻ ആണെന്ന് പഠിച്ചിട്ടില്ലെങ്കിലും അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് ഇത് ഇന്ന കാര്യം എന്ത്, അത് ഏത് സെക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ പറയുന്ന സെക്ഷനിൽ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയെങ്കിലും എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സിലബസിൽ പറയുന്ന ഒരു ഓർഡറിനനുസരിച്ചിട്ടാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട BNSലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ BNSലെ ചാപ്റ്റർ 5ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതും പരീക്ഷയിൽ ചോദിക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചാപ്റ്റർ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ചാപ്റ്ററിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കണം. ഏതാണ്? ചാപ്റ്റർ 5ലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ കമന്റ് ഒക്കെ പറയാട്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതും നിങ്ങളിപ്പോ ഒരു ബുക്ക് വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതും നല്ല പിക്ചറിലൂടെയും കളറിലൂടെ ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊക്കെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം ഒക്കെ തീർച്ചയായിട്ടും പറയാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഏതാ പറഞ്ഞത്, ചാപ്റ്റർ 5 ചാപ്റ്റർ 5 എന്ന് പറഞ്ഞാൽ എന്താ, അധ്യായം 5 എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇതില് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിലെ ആദ്യത്തെ സെക്ഷൻ ആണേത്, സെക്ഷൻ 63 എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണേത്, സെക്ഷൻ 63. ഇപ്പൊ തന്നെ പഠിക്കുക, 63 63 അല്ലെ. എന്താണ് സെക്ഷൻ 63 പറയുന്നത്? ബലാത്സംഗം അഥവാ റേപ്പിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണേത്, സെക്ഷൻ 63 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എന്താണ് ബലാത്സംഗം. കാരണം എന്താ, ബലാത്സംഗം ഉണ്ട്, പീഡനം ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നായിട്ട് തോന്നും. പക്ഷെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള നിർവചനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ബലാത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, എന്താണ് ബലാത്സംഗം അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ വളരെ ക്രൂരമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതെന്താണ്, ബലാത്സംഗമാണ്. ഓക്കെ, അതാണ് ബലം പ്രയോഗിച്ചും കൊണ്ടാണ്. അതായത് ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ബലം പ്രയോഗിച്ചുകൊണ്ട് ആ സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധം നടത്തി കഴിഞ്ഞാൽ അതെന്തായി മാറി, ബലാത്സംഗമായിട്ട് മാറി. ഓക്കെ അല്ലേ. അപ്പൊ ബലാത്സംഗത്തെ കുറിച്ചിട്ട് അഥവാ റേപ്പിനെ കുറിച്ച് പറയുന്ന BNSലെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 63. ഓക്കെ അല്ലേ. ഇനി ഏതൊക്കെ കേസിലാണ് അതൊരു ബലാത്സംഗമാണെന്ന് പറയുന്നത് എന്ന് നോക്കാം. ഏതൊക്കെ കേസായിരിക്കും? ഒന്ന്, ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ അല്ലെ. തീർച്ചയായിട്ടും അല്ലെ, നമുക്കറിയാം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഈ രീതിയിൽ ബലപ്രയോഗത്തിലൂടെ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതെന്താണ്, ബലാത്സംഗമാണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഭീഷണിപ്പെടുത്തി അല്ലെ. ഒന്നെങ്കിൽ ആ സ്ത്രീയെ തന്നെ ഭീഷണിപ്പെടുത്തുക അല്ലെ, അവളെ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൊണ്ട് ഈ രീതിയിൽ ബലം പ്രയോഗിച്ചും കൊണ്ട് ഈ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ്, ബലാത്സംഗമാണ്. ഇനി ആ സ്ത്രീയെ തന്നെ ഭീഷണിപ്പെടുത്തണം എന്നില്ല, അവരെ എന്താ പറയാ, അവരെ കൂടെയുള്ള ബന്ധുക്കളെയോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ എന്ത് ചെയ്യാം, സ്ത്രീയെ ഈ രീതിയിൽ ബലപ്രയോഗത്തിലൂടെ ഈ പറഞ്ഞ ലൈംഗിക വീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി അതേപോലെ തന്നെയാണ് വഞ്ചനയിലൂടെ, ഏതെങ്കിലും തലത്തില് വഞ്ചനയിലൂടെ ഈ പറഞ്ഞ രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, ബലാത്സംഗത്തിന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ അവളുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ചെയ്യുന്നത് എന്തും എന്ത് തന്നെയാണ്, ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇവിടെയാണ് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന്, ഇപ്പം 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു, അവളുടെ സമ്മതത്തോടെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അവർ തമ്മിൽ നടക്കുന്ന ആ ഒരു ശാരീരിക ബന്ധം എന്തായിട്ട് കണക്കാക്കും, ഒരു ബലാത്സംഗമായിട്ട് കണക്കാക്കും. കാരണം എന്താണ്,
അല്ലെ? ആ കുട്ടിയുടെ സമ്മതം ആണെങ്കിലും സമ്മതം അല്ലെങ്കിലും അവിടെ എന്താണ് 18 വയസ്സിന് താഴെ ആണെങ്കിൽ അതെന്തായിട്ട് മാറും? ബലാത്സംഗമായിട്ട് മാറും. അപ്പൊ അവിടെ കല്യാണം കഴിച്ച ആൾ എന്ത് ചെയ്യും? കുടുങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഈ പറഞ്ഞ രീതിയിൽ ബലാത്കാരമായിട്ട് നടത്തുന്ന ഏതൊരു ശാരീരിക ബന്ധവും എന്തായിട്ട് പറയാം? നമുക്ക് ബലാത്സംഗം അഥവാ റേപ്പ് ആയിട്ട് പറയാം. ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 63-ലാണ് ബലാത്സംഗത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനുള്ള ശിക്ഷയാണ് ഏത്? സെക്ഷൻ 64. തൊട്ടടുത്ത സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 64-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? എന്തിനെ കുറിച്ച് പറയുന്നത്? ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. ഇനി എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ? എന്താണ്? 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ്. ഓക്കെ, അതായത് 10 വർഷത്തിൽ കുറയാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം 10 വർഷം കിട്ടും. മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ജീവപര്യന്താണ്. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? കഠിന തടവായിരിക്കും. ഓക്കെ, നമ്മൾ എന്താ കഠിന തടവ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ശിക്ഷ എങ്ങനെയാണ്? കുറഞ്ഞത് 10 വർഷവും മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ എന്താണ്? ജീവപര്യന്തം വരെയാണ്. ഇതിന്റെ കൂടെ എന്തുണ്ടാകും? പിഴയും ഉണ്ടാവും, അഥവാ ഫൈനും കൂടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം, മിനിമം 10 വർഷവും മാക്സിമം ജീവപര്യന്തവും. ഈ ജീവപര്യന്തം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സാധാരണ ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 14 വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ജീവപര്യന്തം ഉണ്ടാവും. അല്ലെ? നമ്മുടെ ഒരു കോൺസെപ്റ്റ് നോക്കി കഴിഞ്ഞാൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതകാലം മൊത്തം തടവിലാവുക എന്നൊരു രീതിയാണ്, അല്ലെ? പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 10 വർഷത്തേക്കോ 14 വർഷത്തേക്കോ ഉള്ള ജയിൽവാസം ആയിരിക്കും. അത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. എന്നാൽ ചില ജീവപര്യന്തം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാളുടെ ശേഷിക്കുന്ന കാലം എത്രത്തോളം ഉണ്ടോ അത്രയും കാലം എവിടെയായിരിക്കും? ജയിലിലായിരിക്കും. ഓക്കെ, അതായത് അയാൾക്ക് ഇപ്പൊ ഒരു 30 വയസ്സുണ്ടെങ്കിൽ അയാൾ എന്നാണോ മരിക്കുന്നത് അത്രയും കാലം അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. ആ ഒരു ജീവപര്യന്തം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതാണ് പറയുന്നത് സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ്. ആ ഒരു അർത്ഥത്തിലുള്ള ജീവപര്യന്തവും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ കിട്ടുന്നത് ഏത് കേസിലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് 10 വർഷം, മിനിമം 10 വർഷം, മാക്സിമം ജീവപര്യന്തം എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ കേസിലൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ 10 വർഷം മുതൽ ജീവപര്യന്തം വരുന്ന ജീവപര്യന്തം എന്ന് പറയുന്നത് ശേഷിക്കുന്ന കാലയളവിൽ എത്രത്തോളം അയാൾക്ക് അതായത് ജീവിതത്തിന്റെ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ജയിലിൽ കിടക്കുന്ന കേസ്. അത് ഏതൊക്കെ കേസിലാണ് വരിക എന്ന് നോക്കാം. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താല്, അതും അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവന്റ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താല്, അതും അല്ലെങ്കിൽ സായുധ സേനയിലെ ഒരു അംഗമാണ് ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമില് ജീവനക്കാരാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, അതും അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ അവിടുത്തെ സ്റ്റാഫാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അതും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ബന്ധു, അല്ലെ, വളരെ അടുത്ത ബന്ധു, അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താവ് ആരെങ്കിലും, അല്ലെങ്കിൽ അധ്യാപകര്, അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത വിശ്വസ്തമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ആ ഒരു സ്ത്രീയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്ത്രീനെ ആവർത്തിച്ചിട്ടുള്ള ബലാത്സംഗം, അതായത് ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്തു വീണ്ടും എന്ത് ചെയ്യുക? അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ബലാത്സംഗത്തെ പറ്റി പറയാണ്. പക്ഷെ ഈ ഒരു കേസിൽ ഇത്രയും പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ബലാത്സംഗം നടക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയാണ് എന്ത്? മിനിമം 10 വർഷവും മാക്സിമം ജീവപര്യന്തം. ആ ജീവപര്യന്തമാണ് എന്ത്? സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലത്തോളം അയാൾക്ക് തടവ് അനുഭവിക്കേണ്ടി വരും. അല്ലെ? അതായത് നമ്മളെ ഇപ്പൊ സംരക്ഷിക്കേണ്ട ആള് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ബലാത്സംഗം ചെയ്യുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കുന്നത്. അല്ലെ? നമുക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ സംരക്ഷിക്കേണ്ട ഒരാളാണ്. അയാൾ നമ്മളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഈ ഒരു ശിക്ഷേന്റെ പരിധിയിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക് സർവന്റ്, നമ്മൾ പബ്ലിക് സർവന്റ് ആരാണെന്നൊക്കെ കൃത്യമായിട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്താണ്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് നമ്മൾക്ക് നേരെ തിരിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ ഏതൊരു ശിക്ഷയിൽ ഉൾപ്പെടുന്നതാണ്? ഈ പറഞ്ഞ രണ്ടാമത്തെ ശിക്ഷയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് അല്ലെ, സായുധ സേനയിൽ അംഗമാണെങ്കിലും ഷെൽട്ടർ ഹോം ഒക്കെ എന്താണ്? നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോകുന്നതായിരിക്കും. പക്ഷെ അവിടുത്തെ ജീവനക്കാർ തന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമുക്കെതിരെ തിരിഞ്ഞ് ഈ രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? മിനിമം 10 വർഷവും മാക്സിമം ജീവപര്യന്തവുമാണ്. ആ ജീവപര്യന്തം എന്ന് പറയുന്നതാണ് സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലത്തോളമുള്ള തടവ് എന്നർത്ഥത്തിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്? ഈ ഒരു ശിക്ഷയാണ്. ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ആളുകളെ പറഞ്ഞുകൊണ്ട് അതിന്റെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ശിക്ഷയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 63-ും 64-ഉം റെഡി അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്
സെക്ഷൻ 65(1) കേട്ടോ. സെക്ഷൻ 65(1) എന്താ പറയുന്നത്? സെക്ഷൻ 65 16 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 65 നമ്മൾ 64 എന്താ പറഞ്ഞത്? 63 ബലാത്സംഗമാണ്. 64 അതിലുള്ള ശിക്ഷയാണ്. ഇനി 65 ആകുമ്പോൾ അവിടെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം ചെയ്യലാണ്. അതായത് 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയാണ് ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 65(1). ഓക്കെ, എത്ര വർഷമാണ്? എത്രയായിരിക്കും? ഈ 10 മാറിയിട്ട് ഇവിടെ 20 വർഷമായി മാറും. ഓക്കെ, 10 വർഷം എന്നുള്ളത് 20 വർഷമാവും. മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ജീവപര്യന്താണ്. ആ ജീവപര്യന്തം എങ്ങനെയാണ്? ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ മൊത്തം അയാൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അതിന്റെ കൂടെ പിഴയൊക്കെ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ശിക്ഷയാണ് എന്തിന് കിട്ടുന്നത്? 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി 65 തന്നെ 2 പറയുന്നത് എന്താ? 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞത് എന്താ? 16 വയസ്സിന് താഴെയാണ്. എന്നാൽ 65(2) പറയുന്നു 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 65(2) എന്ന് പറയുന്നത്. ഇവിടെയും ശിക്ഷ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പക്ഷെ ഇതിന്റെ കൂടെ എന്ത് കിട്ടും? ചിലപ്പോ വധശിക്ഷ വരെ കിട്ടാറുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, മറ്റേതിൽ വധശിക്ഷയെ പറ്റി പറയുന്നില്ല. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവിടെ വധശിക്ഷ വരെ കിട്ടാവുന്നതാണ് എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? 63, 64, 65 63 ആണെങ്കിൽ ബലാത്സംഗം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് 63 ആണ്. 64 ആണെങ്കിൽ അതിന്റെ ശിക്ഷയെ പറ്റി പറയുന്നു. 65 1 ഉണ്ട് 2 ഉണ്ട് അല്ലെ. 1 ആണെങ്കിൽ എന്താ? 16 വയസ്സിന് താഴെയാണ് അല്ലെ. 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി 65(2) ആണെങ്കിലോ അത് 12 വയസ്സാണ്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? 65(2) എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ അവിടെ വധശിക്ഷ വരെ ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 66 ആണ്. 66 എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്താണ്? ബലാത്സംഗത്തിനിടയിൽ ഏൽക്കുന്ന പരിക്ക് ഒരു സ്ത്രീയുടെ മരണത്തിന് അല്ലെങ്കിൽ അവരെ ജീവച്ഛവമായി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 66. ഓക്കെ, അപ്പൊ ബലാത്സംഗം 64, 63 പറഞ്ഞു. ഇനി 66 പറയുന്നത് ഇങ്ങനെ ഒരു ബലാത്സംഗം നടന്നു. ആ നടന്ന ശേഷം ആ ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവച്ഛവമായിട്ട് കിടക്കുകയാണെങ്കിൽ, ജീവിതകാലം മൊത്തം അങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 66 എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ഈ പറഞ്ഞ തൊട്ട് മുന്നേ പറഞ്ഞ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്താൽ കിട്ടുന്ന അതേ ശിക്ഷ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. എന്താണ്? മിനിമം 20 വർഷവും മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ജീവപര്യന്തം തടവാണ്. ഇവിടെ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജീവിതകാലം മൊത്തം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്ന ജീവപര്യന്തം ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വധശിക്ഷ വരെയും കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അതായത് സെയിം സാധനം തന്നെ 18 വയസ്സിന് താഴെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതുപോലെ തന്നെയുള്ള ശിക്ഷയാണ് ഇവിടെയും കിട്ടുന്നത് അല്ലെ. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ത്രീ ഏതെങ്കിലും തരത്തില് ജീവച്ഛവമായിട്ട് കിടക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഇതേ ശിക്ഷ തന്നെയാണ് കിട്ടുക. എന്ത് ശിക്ഷയാണ്? മിനിമം 20 വർഷം അല്ലെ. 20 വർഷത്തിൽ കുറയാത്തതും മാക്സിമം നോക്കിയാൽ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന ജീവപര്യന്തം എന്നർത്ഥത്തിലുള്ള ജീവപര്യന്തമാണ് കിട്ടുന്നത്. ചില കേസിൽ എന്തും കൊടുക്കും? വധശിക്ഷ വരെയും കൊടുക്കാറുണ്ട്. അതാണ് സെക്ഷൻ 66. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് സെക്ഷൻ 67 ആണ്. എന്താണ് 67 പറയുന്നത്? കോടതി വിധിയെ തുടർന്ന് അല്ലെങ്കിൽ മറ്റു വിധത്തിലോ വേർപിരിഞ്ഞു കഴിയുന്ന തന്റെ ഭാര്യയുമായി അവളുടെ സമ്മതം കൂടാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 67 പറയുന്നത്. ഓക്കെ, അപ്പൊ ബലാത്സംഗത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ട് 67 എത്തുന്ന സമയത്ത് ഇവിടെ എന്താ പറയുന്നത്? ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും അവരെന്ത് ചെയ്യാണ്? അവിടെ ഭാര്യയുടെ സമ്മതമില്ലാതെ അവളുമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അവളുടെ സമ്മതമില്ലാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ, അവളുടെ സമ്മതമില്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 67.
അല്ലെ? അതും ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബലാത്സംഗം തന്നെയാണ്. കാരണം എന്താ? ഇവിടെ സ്ത്രീയുടെ അനുവാദമില്ലാതെയാണ്. ഇവര് ഭാര്യയും ഭർത്താവും അല്ല. കാരണം എന്താ? ഇവരെ രണ്ടും എന്താണ് ഡൈവേഴ്സ്ഡ് ആയിട്ടല്ലേ, ഡൈവേഴ്സ് ആയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഒരു കോടതി വിധിയെ തുടർന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവര് വേർപിരിഞ്ഞ് കഴിയുകയാണെങ്കിൽ ഇവിടെ സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ഭർത്താവ് ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 67. ഇനി ഇവിടെ എന്ത് ശിക്ഷയാണ് കൊടുക്കുക? എന്തായിരിക്കും? 2 വർഷം മുതൽ 7 വർഷം, അല്ലെ? വലിയ ശിക്ഷയിലോട്ടൊന്നും പോകുന്നില്ല. കാരണം അവർ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പം 2 വർഷം മുതൽ 7 വർഷമായിട്ട് ഒതുക്കിയത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് മനസ്സിലാക്കേണ്ടത്? കോടതി വിധിയെ തുടർന്ന് വേർപിരിഞ്ഞു പോയ ഭാര്യയും ഭർത്താവും അവിടെ ഭാര്യയുടെ സമ്മതമില്ലാതെ ഈ ഒരു രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 67. ഏതാണ്? സെക്ഷൻ 67. ശിക്ഷ എന്താണ്? ശിക്ഷ എന്ന് പറഞ്ഞാല് 2 മുതൽ 7 വർഷം വരെ, അതായത് മിനിമം 2 വർഷം. ഓക്കെ, അതായത് 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയാണ് ഇവിടെ ലഭിക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സെക്ഷൻ നോക്കാം. അടുത്തത് സെക്ഷൻ 68 ആണ്. 68 എന്തിനെ കുറിച്ചാ പറയുന്നത്? അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 68 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അധികാര സ്ഥാനത്ത് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ മുന്നേ പറഞ്ഞു അല്ലെ, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ജീവപര്യന്തം കുറച്ചുകൂടി അതായത് ജീവിതകാലം മൊത്തം ജയിൽവാസം അനുഭവിക്കുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒന്നെങ്കിൽ പൊതുസേവകൻ, അല്ലെങ്കിൽ പോലീസുകാരന്, അല്ലെങ്കിൽ സായുധ സേനയിലെ അംഗം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആള് ഈ പറഞ്ഞ രീതിയിൽ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ശിക്ഷയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 68 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ബലാത്സംഗം എന്നതിൽ മാറിയിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ പ്രേരിപ്പിച്ചിട്ടോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ ഈ ഒരു സ്ത്രീയെ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത്? സെക്ഷൻ 68 പറയുന്നത്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അത് ബലാത്സംഗം എന്ന് തന്നെ എടുത്തു പറയും. ഇതെന്താണ് ശരിക്കും നടക്കുന്നത്? അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ പറ്റിയിട്ടാണ്. അതായത് ആ ഒരു അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ആളെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? ഏതെങ്കിലും തരത്തിലെ പ്രലോഭനങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വഞ്ചനാ രീതിയിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ലൈംഗിക വീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 68. ഓക്കെ അല്ലേ? ഇനി എന്ത് ശിക്ഷയാണ് ഇവിടെ കൊടുക്കുക? എന്താണ്? 5 മുതൽ 10 വർഷം വരെയുള്ള ശിക്ഷയാണ് ഇവിടെ കൊടുക്കുന്നത്. എത്രയാണ്? 5 മുതൽ 10 വർഷം. ഓക്കെ അല്ലേ? 5 മുതൽ 10 വർഷം തടവാണ് ഏതിന് കൊടുക്കുന്നത്? ഈ പറഞ്ഞ സെക്ഷൻ 68 കൊടുക്കുന്നത്. ആ തടവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കഠിന തടവാണ്. കാരണം എന്തായിരിക്കും? അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ്, അവർ തന്നെയാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കഠിന തടവായിട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സെക്ഷൻ 69 ആണ്. ഇതും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതായത് വഞ്ചനാപരമായ മാർഗങ്ങളും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ലൈംഗിക ബന്ധം. അതായത് ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രലോഭനത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ കബളിപ്പിച്ചും കൊണ്ടോ വഞ്ചനയിലൂടെ ഒക്കെ എന്ത് ചെയ്യാണ്? ഈ രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് എന്താ? സെക്ഷൻ 69. ഓക്കെ, അതായത് ഇവിടെ സ്ത്രീ അത് അറിയാൻ പാടില്ല. ആ സ്ത്രീനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിച്ചും കൊണ്ടോ അല്ലെങ്കിൽ വഞ്ചനാപരത്തിലൂടെയോ അല്ലെ വിവാഹം നൽകാമെന്നൊക്കെ വാഗ്ദാനമൊക്കെ കൊടുത്തിട്ട് നടത്തുന്ന ഈ ഒരു ശാരീരിക ബന്ധം ഒക്കെ എന്ത് തന്നെയാണ്? ഈ ഒരു സെക്ഷനിലെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അതാണ് സെക്ഷൻ 69 പറയുന്നത്. 69 പറയുന്നത് എന്താ പറയുന്നത്? വഞ്ചനാപരമായ മാർഗങ്ങള് മറ്റും ഉപയോഗിച്ചിട്ടുള്ള ലൈംഗിക ബന്ധം, അതിനുള്ള ശിക്ഷയാണ് എന്താ? 69. ഓക്കെ, 6 ഉള്ളത് 9 ആയില്ലേ? ഒരു വഞ്ചനാപരമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ചാൽ മതി. 6 ഉള്ളത് 9 ആയി. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇവിടെ കൊടുക്കുന്ന ശിക്ഷയും നമ്മൾ മുന്നേ പറഞ്ഞ അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന കാര്യവും തമ്മിൽ ഒരേപോലെ തന്നെയാണ്. 5 മുതൽ 10 വർഷം തന്നെയാണ് കേട്ടോ. 5 മുതൽ 10 വർഷം തന്നെയാണ്. അപ്പൊ സെക്ഷൻ 68 സെക്ഷൻ 69 ഒരേ ശിക്ഷ തന്നെയാണ്, 5 മുതൽ 10 വർഷം വരെ. 68 ആണെങ്കിൽ എന്താ? അധികാര സ്ഥാനത്ത് നിന്നും കൊണ്ട് ഒരു സ്ത്രീയെ ഈ രീതിയിലുള്ള ലൈംഗിക വീഴ്ച ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ്. 69 വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 70 ആണ്. സെക്ഷൻ 70.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് ക്ലാസ് കേൾക്കുക. ഓക്കെ, 15 മിനിറ്റ് ക്ലാസ് കേട്ടിട്ട് ആ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഏതൊക്കെ സെക്ഷനുകൾ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ ഒരു 5-8 സെക്ഷൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിച്ച് ഒന്നും കൂടി ഒക്കെ റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് റെഡി ആക്കിയിട്ട് അടുത്ത വീണ്ടും 15 മിനിറ്റ് ക്ലാസ് കാണുക. ആ രീതിയിൽ നമ്മുടെ മൊത്തം വീഡിയോനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ബോറില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണ് ഇപ്പൊ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അടുത്ത ഞായറാഴ്ച വരെ സമയമുണ്ട്. അപ്പൊ ആ ഞായറാഴ്ച വരെ ആവുന്നവരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ദിവസവും ഒരു 4-5 സെക്ഷൻസ് മാത്രമായിട്ട് പഠിച്ചു പോവുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോഴേക്കും വലിയ ഓവർലോഡ് ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഇത്രയും പറഞ്ഞ PDF ഒക്കെ ഒരുമിച്ച് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ പറയുന്നത് കൂട്ട ബലാത്സംഗത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ 64 എന്താ പറഞ്ഞത്, വെറും ബലാത്സംഗമാണ് അല്ലെ. 63 എന്താ പറഞ്ഞത്, വെറും ബലാത്സംഗം മാത്രമാണ് അല്ലെ. ബലാത്സംഗം എന്ന് മാത്രമാണ് എവിടെ പറയുന്നത്, 63. അതിന്റെ ശിക്ഷയാണ് 64 പറയുന്നത്. എന്നാൽ സെക്ഷൻ 70 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, കൂട്ട ബലാത്സംഗം അഥവാ ഗ്യാങ് റേപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്, പഠിക്കണം. ഓക്കെ, നിങ്ങൾ 63 പഠിക്കുന്ന അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു സെക്ഷൻ ആണ് ഇത്, സെക്ഷൻ 70 എന്ന് പറയുന്നത്. 70 എന്തിനെ കുറിച്ച് പറയുന്നത്, കൂട്ട ബലാത്സംഗം അഥവാ ഗ്യാങ് റേപ്പിനെ പറ്റി പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ സെക്ഷൻ 70(1). ഓക്കെ, സെക്ഷൻ 70(1) എന്തിനെ കുറിച്ച് പറയുന്നത്, ഈ ഒരു കൂട്ട ബലാത്സംഗത്തെ പറ്റി പറയുന്നത്. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഒരു കൂട്ട ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും, 20 വർഷം തടവ്. ഓക്കെ, മിനിമം 20 വർഷം, മാക്സിമം ജീവപര്യന്തം തടവ്. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ജീവിതകാലം മൊത്തം കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള തടവായിരിക്കും അല്ലെ. നമ്മളൊരു 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതേപോലെ തന്നെ. ഓക്കെ, ഇവിടെ വധശിക്ഷയില്ല, ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അതായത് കുറഞ്ഞത് 20 വർഷവും മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന അർത്ഥത്തിൽ വരുന്ന ജീവപര്യന്തം. അതാണ് ഒരു കൂട്ട ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കൂട്ട ബലാത്സംഗത്തിൽ ഒരു 5-8 ആളുകൾ ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാങ്ങിൽ എന്ന് വിചാരിക്കുക. ഈ 5-8 ആളുകൾക്കും ഒരേ നിയമമാണ് ബാധകമായിട്ടുള്ളത്. ഓക്കെ, ഈ 5-8 ആളുകൾക്കും ഇതിൽ പറയുന്ന ഒരേ ശിക്ഷ തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടുക. ഓക്കെ, അല്ലാതെ ഒരാൾക്ക് ഇന്ന ശിക്ഷ എന്ന രീതിയിലല്ല. ഓക്കെ, അപ്പൊ ഇതിൽ എല്ലാവരും എന്താണ്, ബാധ്യസ്ഥനായിട്ടുള്ളതാണ്. അപ്പൊ സെക്ഷൻ 70(1) അതിന്റെ ശിക്ഷയെ പറ്റി പറയുന്നത് ഗ്യാങ് റേപ്പ് അഥവാ കൂട്ട ബലാത്സംഗത്തിന്റെ ശിക്ഷയെ പറ്റി പറയുന്നത്. എന്താണ് ഗ്യാങ് റേപ്പിന് കൊടുക്കുന്ന ശിക്ഷ, എന്തായിരിക്കും, കുറച്ച് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് അല്ലെ. 20 വർഷം, മിനിമം 20 വർഷം, മാക്സിമം ജീവപര്യന്തം, ജീവിതകാലം മൊത്തം കിടക്കുന്ന രീതിയിലുള്ള ജീവപര്യന്താണ് ഏതിന് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്, ഗ്യാങ് റേപ്പിന് കൊടുക്കുന്നത്. ഇനി ഇവിടെ സെക്ഷൻ 70(2) പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, 18 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താല് എന്തായിരിക്കും ശിക്ഷ എന്ന് പറയുന്നത്. അവിടെ മിനിമം തന്നെ ജീവപര്യന്താണ്. ഇവിടെ 20 വർഷം ഒന്നും പറയുന്നില്ല, ഇവിടെ മിനിമം തന്നെ ജീവപര്യന്തം തടവാണ്. അതായത് മിനിമം മാക്സിമം ഒന്ന് തന്നെയാണ്. അതായത് ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ വധശിക്ഷ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക. അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് കൂട്ട ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ അവിടെ ഓരോ വ്യക്തിക്കും കിട്ടുന്നത് എന്താണ്, ഒന്നെങ്കിൽ വധശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള ജീവപര്യന്തം. അവിടെ 10 വർഷം 20 വർഷം എന്ന രീതിയിലല്ല, അവിടെ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന ജീവപര്യന്താണ് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്ത് കിട്ടും, വധശിക്ഷ കിട്ടും. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കാഠിന്യം മനസ്സിലായില്ലേ. ഒരു ഗ്യാങ് റേപ്പ് ചെയ്തു കഴിഞ്ഞാലുള്ള ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും വലിയ ശിക്ഷയാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലെ. കാരണം എന്താ, ഒന്നെങ്കിൽ വധശിക്ഷ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, 18 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താല് അവിടെ ജീവപര്യന്തം കഠിന തടവ് എന്ന് പറഞ്ഞാല് ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ മൊത്തം ജയിലിൽ കിടക്കുന്ന ആ രീതിയിലുള്ള തടവ്, അല്ലെങ്കിൽ എന്തായിരിക്കും, വധശിക്ഷയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാല് സെക്ഷൻ 71. ഈ 71 പറയുന്നത് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ സെക്ഷനുകൾ ഉണ്ടല്ലോ, അതായത് ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഒരു കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും പറഞ്ഞ സെക്ഷൻസ്, ആ ഒരു കാര്യങ്ങള്, അതായത് ആ ഒരു ശിക്ഷകള്, അല്ലെങ്കിൽ ആ ശിക്ഷകളല്ല, ആ ഒരു കുറ്റകൃത്യങ്ങള് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, ഓക്കെ, ഓൾറെഡി ഒരാൾ ഒരു ബലാത്സംഗം ചെയ്തു, അയാൾ വീണ്ടും എന്ത് ചെയ്തു, അതിന് ശിക്ഷിക്കപ്പെട്ടു, അയാൾ വീണ്ടും ഇതേ കാര്യം വീണ്ടും ചെയ്തു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു കുറ്റം വീണ്ടും ആവർത്തിച്ചാല് അങ്ങനെയുള്ള ആവർത്തനത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് ഇത് 71 എന്ന് പറയുന്നത്.
ഇനി എന്ത് ശിക്ഷയാണ് ഇവിടെ കൊടുക്കുക? എന്തായിരിക്കും കൊടുക്കുക? നമ്മൾ ഓൾറെഡി ഇതിന് പറഞ്ഞ ശിക്ഷയൊക്കെ തന്നെ വലുതാണ് അല്ലെ? അപ്പൊ ഇനി ഒരു സാധനം വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും വലിയ ശിക്ഷ തന്നെയായിരിക്കും. അതായത് ജീവപര്യന്തം കഠിന തടവ്. നമ്മളിപ്പോ പറഞ്ഞ അതേ സാധനം തന്നെ, ജീവപര്യന്തം കഠിന തടവ്. അതായത് ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കുന്ന ആ ഒരു അർത്ഥത്തിൽ വരുന്ന ജീവപര്യന്തം തടവ്. അതുമല്ലെങ്കിൽ എന്ത് കൊടുക്കും? ചില കേസിൽ വധശിക്ഷ വരെയും കൊടുക്കാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, നമ്മളിപ്പോ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സെക്ഷൻ 64 ആയാലും 65 ആയാലും 70 ആയാലും ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറ്റകൃത്യം വീണ്ടും ചെയ്തു കഴിഞ്ഞാല് അവിടെ ജീവപര്യന്തം കഠിന തടവ് അല്ലെങ്കിൽ വധശിക്ഷ വരെ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 72. 72 എന്തുമായി ബന്ധപ്പെട്ടതാ? സെക്ഷൻ 72 അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇത്രയും സെക്ഷൻ ഉണ്ടല്ലോ, 64 മുതൽ ഇങ്ങോട്ടേക്ക് വന്ന 71 വരെ നമ്മൾ പറഞ്ഞ സെക്ഷനുകൾ, ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ആ ഒരു കുറ്റകൃത്യത്തിന് ഇരയായിരിക്കുന്ന അല്ലെങ്കിൽ ഇരയായി ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തില് മറ്റെന്തെങ്കിലും, ഒന്നെങ്കിൽ ആ കുട്ടിയുടെ സ്ഥലം, അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സ്കൂളായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട് എവിടെയാണെന്നുള്ള സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ കുട്ടിയുമായി കണക്ട് ചെയ്യുന്ന എന്തു കാര്യവും എവിടെയെങ്കിലും പ്രസിദ്ധപ്പെടുത്തുകയോ അല്ലെങ്കിൽ അച്ചടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 72. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കാണാറുണ്ടല്ലേ, അതായത് ഇപ്പം യൂട്യൂബിലൊക്കെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഇര അല്ലെ, ഇരയുടെ പേര് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ഇരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താണ്? നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടിക്ക് പോകാൻ പറ്റുന്നതാണ്. അയാൾക്ക് 2 വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന ഒരു ശിക്ഷയാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഏതെങ്കിലും തരത്തില് ഈ രീതിയിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തില് ഇരയായിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ പേരോ ചിത്രമോ അങ്ങനെ മറ്റ് എന്തെങ്കിലും ഇരയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എന്തെങ്കിലും എവിടെയും പ്രസിദ്ധപ്പെടുത്താനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അച്ചടിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ എത്ര വർഷമാണ്? 2 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 74 ആണ്. സെക്ഷൻ 74 പറയുന്നത് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, ബലപ്രയോഗമോ നടത്തിയാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് കയ്യേറ്റം അല്ലെങ്കിൽ ചെറിയൊരു ബലപ്രയോഗം മാത്രമാണ് നടത്തുന്നത്. ഇവിടെ അതിലൂടെ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്തായി മാറി? ബലാത്സംഗമായിട്ട് മാറി. അപ്പൊ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റാണ്. ഓക്കെ, അത് നിങ്ങൾ കയ്യേറ്റം നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം നടത്തുക. അങ്ങനെ നടത്തി കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 74 പറയുന്നത്. എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? 1 വർഷം മുതൽ 5 വർഷം വരെ തടവായിരിക്കും. എത്രയാണ്? 1 മുതൽ 5. 1 വർഷം മുതൽ 5 വർഷം, അതായത് കുറഞ്ഞത് 1 വർഷവും മാക്സിമം 5 വർഷം വരെയും തടവ് കിട്ടാവുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 74 എന്ന് പറയുന്നത്. അപ്പൊ 74 എന്തുമായി ബന്ധപ്പെട്ടതാ? ഒരു സ്ത്രീനെ മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു സ്ത്രീനെ ബലപ്രയോഗം നടത്തുക അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നേരെ കയ്യേറ്റം ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ സെക്ഷൻ 74 പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസിൽ വരാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, 1 മണിക്കൂറിന്റെ വീഡിയോ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണാം. എന്നിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ കണ്ട ശേഷം അത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഇങ്ങനെ ഇരുന്ന് വായിക്കുക. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഓർത്ത് വെക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ക്ലാസ് കാണുക. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അടുത്ത പാർട്ട് കാണുക. അങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസിൽ വരാൻ പോവാണ്. നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞത് എന്താ? ചാപ്റ്റർ 5 കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്താണ് ചാപ്റ്റർ 5 പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ അഥവാ അധ്യായമാണ് ഏത്? 5 എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം സ്ത്രീകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 63. പഠിക്കണം. സെക്ഷൻ 63 എന്താണ്? റേപ്പ് അഥവാ ബലാത്സംഗമാണ്.
ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ സ്ത്രീയെ ഒരു വഞ്ചനയിലൂടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ ബലാത്സംഗമാണ്. അതായത് ബലപ്രയോഗത്തിലൂടെ നടത്തുന്ന ശാരീരിക ബന്ധം, വളരെ ക്രൂരമായിട്ട് നടത്തുന്ന ശാരീരിക ബന്ധം ഒക്കെ എന്താണ്? ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, അത് ആ സ്ത്രീയുടെ സമ്മതത്തോട് കൂടിയിട്ടാണെങ്കിൽ പോലും അതെന്തായി മാറും? ബലാത്സംഗമായിട്ട് മാറും. ഇനി ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ്. ഇനി അവിടെ ശിക്ഷ ജീവപര്യന്തം എന്ന് പറയുന്നത് ഏത് രീതിയിലാവാൻ പോവാണ്? സ്വാഭാവിക ജീവിതത്തിൽ എത്രത്തോളം അയാളുടെ ജീവിതം ഉണ്ടോ അത്രയും കാലം ജയിലിൽ കിടക്കുന്ന ആ ഒരു ജീവപര്യന്തത്തിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ഈ ബലാത്സംഗം ചെയ്യുന്ന ആള് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സായുധ സേനയിൽ അംഗമാവുക, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവന്റ് ആവുക, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിൽ ജീവനക്കാരനാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിലെ സ്റ്റാഫോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത ബന്ധു, അവരുടെ രക്ഷകർത്താവ്, അല്ലെങ്കിൽ അവരുടെ അധ്യാപകര്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് അവരോട് വിശ്വാസ്യത കാണിക്കുന്ന ഏതെങ്കിലും ഒരാള്, അങ്ങനെയുള്ള ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ രീതിയിലുള്ള ശിക്ഷ ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ഈ ഒരു ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് വയസ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ? അതായത് 16 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ അവിടെ എന്താ ശിക്ഷയായിട്ട് കൊടുക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ് കിട്ടുന്നതാണ്. ഓക്കെ. ഇനി അത് 12 വയസ്സിന് താഴെയാണെങ്കിലോ അവിടെ വധശിക്ഷ വരെ കിട്ടുമെന്ന് ഓർത്തു വെക്കുക. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അവിടെ വധശിക്ഷ എന്നൊരു പറയുന്ന ഒരു കാര്യമാണ് എക്സ്ട്രാ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അതായത് 12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു സ്ത്രീയല്ല ഒരു കുട്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവിടെ വധശിക്ഷ വരെ ലഭിക്കും. ഇനി 66 ആണെങ്കിൽ എന്തായിരുന്നു? 66 അല്ലെ? 66 ഇങ്ങനെ ജീവച്ഛവമായിട്ട് കിടക്കാന്ന് ആലോചിച്ചാൽ മതി. ജീവച്ഛവമായിട്ട് ഇങ്ങനെ കിടക്കുക ഒരേപോലെ അല്ലെ? 66 എന്താണ്? ഒരു ബലാത്സംഗത്തിനിടയിൽ ആ ഒരു സ്ത്രീ മരണപ്പെടുക, അല്ലെങ്കിൽ ആ സ്ത്രീ ജീവച്ഛവമായിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ശിക്ഷയും എന്താണ്? ഈ പറഞ്ഞ പോലെ 20 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ്. അവിടെയും വധശിക്ഷ വരെ എന്ത് കൊടുക്കാറുണ്ട്? ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ? സെക്ഷൻ 67 ആണ്. എന്തായിരുന്നു 67 പറഞ്ഞത്? കോടതിയെ വിധിയെ തുടർന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും അവിടെ ഭാര്യയുടെ സമ്മതമില്ലാതെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റി പറയുന്നു. അവിടെ 2 മുതൽ 7 വർഷം വരെയാണ് തടവ് എന്ന് പറയുന്നത്. 68 ആണെങ്കിൽ എന്താ? അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ പറ്റി പറയുന്നു. അവിടെ 5 മുതൽ 10 വർഷം വരെയാണ് തടവായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ 69 ആണെങ്കിൽ അതേപോലെ തന്നെ ഒരു വഞ്ചനാപരമായ രീതിയിലൂടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 69 പറയുന്നത്. അവിടെ 5 മുതൽ 10 വർഷം വരെയാണ് തടവ്. ഓക്കെ. പിന്നീട് നമ്മൾ പഠിച്ചത് ഏതാ? സെക്ഷൻ 70 ആണ് അല്ലെ? 70 കൂട്ട ബലാത്സംഗം അഥവാ ഗ്യാങ് റേപ്പിനെ പറ്റി പറയുന്നത്. കൂട്ട ബലാത്സംഗം അഥവാ ഗ്യാങ് റേപ്പ് ഏത് സെക്ഷനാണ്? സെക്ഷൻ 70. സെക്ഷൻ 70 ഒന്നിൽ എന്തു പറയുന്നു? എന്താണ് ശിക്ഷയായിട്ട് പറയുന്നത്? 20 വർഷം, മിനിമം 20 വർഷം, മാക്സിമം നോക്കിയാൽ ജീവപര്യന്തം തടവ് അല്ലെ? ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവിൽ മൊത്തം തടവ് അനുഭവിക്കുന്ന ആ ഒരു ജീവപര്യന്തമായിരിക്കും. ഇനി അവിടെ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ അവിടെ വധശിക്ഷ വരെ എന്തായിട്ട് കൊടുക്കാറുണ്ട്? ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നീട് നമ്മൾ പറഞ്ഞത് ഒരു കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെ? ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെയാണെങ്കിലും വധശിക്ഷ വരെ കൊടുക്കാറുണ്ട് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഇരയുടെ പേരും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വെളിപ്പെടുത്തുക അല്ലെ? വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ 2 വർഷം ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പാണ് ഏത്? ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തില് ഇരയുടെ പേരോ വിവരങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഫോട്ടോയോ അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ചെയ്ത ആൾക്ക് 2 വർഷം വരെ തടവ് കിട്ടാവുന്നതാണ്. ഇനി പറയേണ്ടത് ഏതാ? സെക്ഷൻ 74 ആണ്. 74 ഒരു സ്ത്രീനെ മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റം നടത്തുക, ബലപ്രയോഗം നടത്തുക, അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് 74 എന്ന് പറയുന്നത്. അവിടെ 1 വർഷം മുതൽ 5 വർഷം വരെയാണ് തടവായിട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പക്കാ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ലൈംഗിക പീഡനത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ? ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്താ? ലൈംഗിക പീഡനമാണ്. ലൈംഗിക പീഡനത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാ? BNS സെക്ഷൻ ആണ് സെക്ഷൻ 75. ഏതാണ്? സെക്ഷൻ 75. ഏതാണ്? സെക്ഷൻ 75 പഠിക്കണം കേട്ടോ. സെക്ഷൻ 75 ആണ് ലൈംഗിക പീഡനത്തെ കുറിച്ച് പറയുന്ന BNS വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ശരിക്കും പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇമേജ് തന്നെ ഓർത്തു വെച്ചാൽ മതി. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ഉദ്ദേശത്തോട് കൂടിയിട്ട് നടത്തുന്ന ഒരു സമീപനം, ഒരു സ്പർശം, അങ്ങനെയുള്ള ഏത് കാര്യവും എന്തായിട്ട് എടുക്കും? പീഡനമായിട്ട് എടുക്കും.
ഇനി അതും പോയിട്ട് ഇനിയിപ്പോ സ്പർശിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഏതെങ്കിലും തരത്തിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് ലൈംഗികത കലർന്നിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് കമന്റ് പറയുക, അതൊക്കെ എന്താണ് ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അല്ലെ, നമ്മൾ കുറച്ചു മുന്നേ ഒക്കെ ന്യൂസിൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മീ ടു എന്ന് പറയുന്ന ഒരു പരിപാടി, അല്ലെ, മീ ടു. അതിലൂടെ എന്താണ് പല നടന്മാരും ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്താണ് പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് പല നടിമാരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ എന്താ നടക്കുന്നത്? ലൈംഗിക പീഡനമാണ്. അത് ഈ ലൈംഗിക പീഡനവും ബലാത്സംഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ശാരീരിക സ്പർശം ആവാം, അല്ലെങ്കിൽ ലൈംഗിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കാം. നിർബന്ധിക്കുക, ഒരു കാര്യം പറയുക, അല്ലെങ്കിൽ അശ്ലീലപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണിച്ചു കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ ലൈംഗികത കലർന്ന പരാമർശങ്ങൾ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് വരിക? അതൊക്കെ ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതേപോലെ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇതൊക്കെയാണ് പീഡനം എന്ന് മനസ്സിലാക്കുക. ബലാത്സംഗം എന്ന് പറയുന്നത് തന്നെ വേറെ തന്നെയാണ്. അപ്പൊ അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പീഡനം എന്ന് പറഞ്ഞാലും എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? ശിക്ഷയായിട്ട് പറയാം, ലൈംഗിക പീഡനം നടത്തിയാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവാണ്. ലൈംഗിക പീഡനം നടത്തിയാലുള്ള ശിക്ഷ എന്താണ്? 3 വർഷം തടവ്. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ലൈംഗികത കലർന്ന പരാമർശങ്ങൾ നടത്തിയാൽ അവിടെ 1 വർഷമാണ് തടവായിട്ട് കൊടുക്കുന്നത്. അതായത് ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള സംസാരങ്ങൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടെ 1 വർഷമാണ് തടവ്. ബാക്കിയുള്ള കേസിൽ, അതായത് ഈ പറഞ്ഞ പോലെ അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ സ്പർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവാണ്. എന്നാൽ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള സംസാരമാണെങ്കിൽ അതെന്താണ്? അത് 1 വർഷം തടവ്, അല്ലെ? തൊടണമൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും 1 വർഷം തടവായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള കേസൊക്കെ എന്താ? 3 വർഷം തടവാണ്. മനസ്സിലാക്കുക. പീഡനവുമായി ബന്ധപ്പെട്ട് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 3 വർഷം എന്ന് പറയണം. ഇനി സെപ്പറേറ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, ലൈംഗികത കലർന്ന പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ എന്താ? 1 വർഷം തടവായിരിക്കും. ഇനി അടുത്ത സെക്ഷന്, ഈ ഒരു സെക്ഷൻ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഓർത്തു വെക്കുക കേട്ടോ. സെക്ഷൻ 76. അപ്പം ഏതിലാണ് നമ്മളിപ്പോ പറഞ്ഞ പീഡനത്തെ പറ്റി പറഞ്ഞ സെക്ഷൻ ഏതായിരുന്നു? 75 ലൈംഗിക പീഡനത്തെ പറ്റി പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ 75 ആണ്. ഇനി 76 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അവളെ അതിനായിട്ട് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബലപ്രയോഗം നടത്തുക. അതായത് വിവസ്ത്രയായിട്ട് കാണുക, അല്ലെ? വിവസ്ത്ര എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ഇല്ലാതെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആ സ്ത്രീയെ ബലപ്രയോഗം നടത്തുക, അല്ലെങ്കിൽ ആ സ്ത്രീയെ അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 76. ഏതാണ്? സെക്ഷൻ 76ലാണ് അതിനെ പറ്റി പറയുന്നത്. ഒന്ന് ഓർത്തു വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ? 3 വർഷം തടവ് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ലൈംഗിക പീഡനത്തിന് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു സ്ത്രീനെ വിവസ്ത്രയാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കയ്യേറ്റം ചെയ്യുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവളെ പ്രേരിപ്പിക്കുക, അങ്ങനെ ചെയ്താലുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷം തടവ്. 3 വർഷം തടവ്, അല്ലെ? വസ്ത്രം എന്ന് പറയുമ്പോൾ 3 വാക്കല്ലേ? അപ്പൊ അങ്ങനെ ആലോചിക്കുക, വിവസ്ത്രയാക്കാനുള്ളതാണ്. അപ്പൊ 3 വർഷം തടവ്. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു സെക്ഷൻ ആണ് സെക്ഷൻ 77. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇതിലെ ഇംഗ്ലീഷ് ടേമും കൂടി ഓർത്തു വെക്കണം. എന്താണ്? ഒളിഞ്ഞു നോക്കുക, അല്ലെ? സെക്ഷൻ 77ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഒളിഞ്ഞു നോട്ടത്തെ പറ്റി, അഥവാ വോയറിസത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ വോയറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിഞ്ഞു നോട്ടാണ്. അപ്പൊ ഒളിഞ്ഞു നോട്ടത്തെ കുറിച്ച് പറയുന്ന BNS-ലെ വകുപ്പ് എന്ന് ചോദിച്ചാൽ ഏതാണത്? സെക്ഷൻ 77. സെക്ഷൻ 77 ഒളിഞ്ഞു നോട്ടം 77, ഒളിഞ്ഞു നോട്ടം 77. 77ലാണ് ഒളിഞ്ഞു നോട്ടം അഥവാ വോയറിസത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താണ് ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അല്ലെ, പണ്ടൊക്കെ ആണെങ്കിൽ കുളക്കടവിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കാം. ഇന്നിപ്പോ കുളക്കടവൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ബാത്റൂമിന്റെ ഉള്ളിൽ ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ എന്ത് ചെയ്യാം? ഒളിഞ്ഞു നോക്കാം. അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു സെക്ഷന്റെ പരിധിയിൽ വരുന്നത്. അതായത് ഒരു സ്ത്രീ സ്വകാര്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി അത് വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കണ്ണാൽ അത് വീക്ഷിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു ക്യാമറയിലോ മറ്റുള്ളതിലൂടെയൊക്കെ എന്ത് ചെയ്യുക? പകർത്തിയെടുക്കുക. എന്നിട്ട് അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പ്രചരിപ്പിക്കുക. അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 77 പറയുന്നത്. അപ്പൊ സെക്ഷൻ 77 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം ഒളിഞ്ഞു നോട്ടാണ്, അഥവാ വോയറിസം ആണ്. ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ
എന്താണ് സ്വകാര്യപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കുളിക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് മാറുക, അങ്ങനെയുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ സ്വകാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ കണ്ണാല് വീക്ഷിക്കുക അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ചിട്ട് അത് പകർത്തിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പ്രചരിപ്പിക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 77 പറയുന്നത്. എന്താണ് ശിക്ഷ? ശിക്ഷ എന്താ? 1 വർഷം മുതൽ 3 വർഷം വരെ തടവാണ്. എന്താണ്? 1 മുതൽ 3 വർഷം. 1 മുതൽ 3 വർഷം വരെയാണ് തടവ്. 1 മുതൽ 3 വർഷം വരെയാണ് തടവ്. ഓക്കെ. ഇനി അയാൾ അത് ഒരു പ്രാവശ്യം ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ശിക്ഷിച്ചു, വീണ്ടും ഇയാള് ഇതേ പണി ചെയ്യാണ്, വീണ്ടും പോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ക്യാമറ വെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല്, അതായത് ഒരു കുറ്റം വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാല് അവിടെ ഈ 3 പിന്നെ എങ്ങോട്ടായി മാറും? 7 ആയിട്ട് മാറും. ആദ്യം 1 വർഷം മുതൽ 3 വർഷം തടവ് കൊടുത്തത് പിന്നെ എന്തായി മാറി? 3 മുതൽ 7 വർഷം വരെ തടവായിട്ട് മാറും. ഓക്കെ അല്ലേ? അതാണ് ഈ പറഞ്ഞ സെക്ഷൻ 77 പറയുന്നത്. അപ്പൊ 77 ഒളിഞ്ഞുനോട്ടം, 77 ഒളിഞ്ഞുനോട്ടം വോയറിസം. ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെയാണ് തടവ്. അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 7 വർഷം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് അതേപോലത്തെ മറ്റൊരു സെക്ഷൻ ആണ് സെക്ഷൻ 78. സെക്ഷൻ 78 എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? സ്റ്റോക്കിംഗ് അഥവാ പൂവാല ശല്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. പൂവാല ശല്യം അഥവാ സ്റ്റോക്കിംഗ്, ഇംഗ്ലീഷിലുള്ള ടേമും കൂടി പഠിക്കുക. എല്ലാതും പഠിച്ചിട്ടില്ലെങ്കിലും ചിലത് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലുള്ള ടേം പഠിക്കുക. ഒരു പ്രാവശ്യം അതേപോലെ ഇംഗ്ലീഷിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചില ടേംസുകൾ മനസ്സിലാക്കി വെക്കുക. വോയറിസം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞുനോട്ടമാണ്. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവാല ശല്യം. ഓക്കെ. അപ്പൊ പൂവാല ശല്യം അഥവാ സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയുന്ന BNS വകുപ്പ് ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 78 ഏതാണ്? സെക്ഷൻ 78 എന്തിനെ കുറിച്ച് പറയുന്നത്? സ്റ്റോക്കിംഗ് അഥവാ പൂവാല ശല്യത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് പൂവാല ശല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്യുക, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ പിന്തുടരുക, എവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ സ്ത്രീയുടെ പിന്നാലെ അയാൾ ചെല്ലുക, അങ്ങനെ ആ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പിന്തുടർന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും? സെക്ഷൻ 78 പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. അഥവാ പൂവാല ശല്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? 3 വർഷമാണ് തടവിട്ട. അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നാലെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കേസാണിത്. ഓക്കെ. അപ്പൊ പൂവാല ശല്യവുമായി ബന്ധപ്പെട്ട തടവ് എത്രയാണ്? 3 വർഷം തടവ്. ഇനി ഇവിടെയും കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും? 3 5 വർഷമായിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പൊ പൂവാല ശല്യത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമാണ്. അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ 5 വർഷമായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പം 78 പൂവാല ശല്യമാണ്. 77 എന്തായിരുന്നു? ഒളിഞ്ഞുനോട്ടം. 77 ഒളിഞ്ഞുനോട്ടം, 78 പൂവാല ശല്യം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ്. BNS തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുറച്ചും കൂടി ആനുകാല പ്രസക്തിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സെക്ഷൻ കൂടിയാണ് ഏത്? സെക്ഷൻ 80 എന്ന് പറയുന്നത്. 80 സ്ത്രീധന മരണത്തെ കുറിച്ച് പറയുന്നത്, അഥവാ ഡൗറി ഡെത്തിനെ കുറിച്ച് പറയുന്നത് അല്ലെ. ഡൗറി എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീധനമാണ്. അപ്പൊ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മരണമാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 80. പഠിക്കുക, ഇപ്പൊ തന്നെ പഠിക്കുക. സെക്ഷൻ 80 അല്ലെ. 80 പവൻ കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്ന് ഓർത്ത് വെക്കാം അല്ലെ. സെക്ഷൻ 80, 100 പവൻ കിട്ടാഞ്ഞിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിച്ചു എന്ന് ആലോചിക്കുക. ഓക്കെ. 100 പവനാണ് സ്ത്രീധനമായിട്ട് ചോദിച്ചത്, 80 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി 20 പവന് വേണ്ടിയിട്ട് ഇങ്ങനെ ദ്രോഹിക്കുക, അതൊരു സ്ത്രീധന മരണമായിട്ട് മാറുക എന്ന് വിചാരിക്കുക. അങ്ങനെ ആലോചിക്കുക. സെക്ഷൻ 80 സ്ത്രീധന മരണത്തെ പറ്റി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ത്രീധനം? എന്താണ് സ്ത്രീധനം എന്ന് പറഞ്ഞാല്, അതായത് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക് പണമായോ അല്ലെങ്കിൽ സ്വർണമായോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ജംഗമ വസ്തുക്കളായോ, ജംഗമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെ, കാറാകാം, വീടാകാം, അങ്ങനെയുള്ള എന്ത് വസ്തു ആകാം, അങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ കൊടുക്കുക ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? സ്ത്രീധനമായിട്ട് മാറും. ഓക്കെ. ഇനി ഈ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന മരണമാണ് ഏത്? സ്ത്രീധന മരണം എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീധന മരണത്തെ കുറിച്ച് പറയുന്ന BNS സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 80. ഇനി ഇവിടെ മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് അതൊരു സ്ത്രീധന മരണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുക? കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, പഠിക്കണം. കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കാം. അതായത് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷം, എത്ര വർഷമാണ്? 7 വർഷം. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ പൊള്ളലേക്കുക, ഒന്നെങ്കിൽ പൊള്ളലേക്കുക അല്ലെങ്കിൽ മറ്റുള്ള ശാരീരികമായിട്ടുള്ള മുറിവുകൾ ഏൽക്കുക, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള ഒരു മരണം സംഭവിക്കുക അവിടെ. ഓക്കെ. അങ്ങനെ മരണം സംഭവിക്കുകയും
ആ ഒരു മരണത്തിന് കുറച്ച് മുന്നേ, ഓക്കെ, അതായത് ആ ഒരു മരണം നടക്കുന്നതിന് കുറച്ചൊക്കെ ദിവസങ്ങളോ മാസങ്ങളോ മുന്നേ ഏതെങ്കിലും തരത്തില് സ്ത്രീധനത്തിന്റെ പേരില് ഒന്നെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ സ്ത്രീയുടെ ബന്ധുക്കളോ വീട്ടുകാരോ അവളെ സ്ത്രീധനത്തിന്റെ പേരില് എന്തെങ്കിലും ഒരു പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ പീഡനത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാം എന്ത് മരണമാണെന്ന്, സ്ത്രീധന മരണമാണെന്ന്. ഓക്കെ, അതായത് കല്യാണം കഴിഞ്ഞ് 7 വർഷം ആവണം കേട്ടോ. കല്യാണം കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യം ഈ സ്ത്രീധന മരണത്തിന്റെ കേസിൽ വരൂല. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ പൊള്ളലേക്കുക അല്ലെങ്കിൽ മറ്റുള്ള ശാരീരിക മുറിവുണ്ടാവുക, അല്ലെ, നമ്മൾ ഇപ്പോഴത്തൊക്കെ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അവർ ഇമേജ് ഒക്കെ കൊടുക്കാറുണ്ട്, അല്ലെ, ഒരു സ്ത്രീനെ ഇങ്ങനെ മുറിവാക്കി കൊണ്ട് മുഖത്തും കഴുത്തിലൊക്കെ മുറിവായിട്ടും കൊണ്ട് ഒരുപാട് പിക്ചർ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ഈ പറഞ്ഞ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളാണ്. അപ്പൊ ഒന്നെങ്കിൽ പൊള്ളലേൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ശാരീരികമായിട്ടുള്ള മുറിവുകൾ ഏൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള മരണമാണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക, അല്ലെ. ഇപ്പം ഉത്രാവധ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ. അവിടെ എന്താണ്, പാമ്പ് ശരിക്കും പാമ്പ് കടിയേറ്റിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ആ ഒരു മുകളിലത്തെ നിലയിൽ നിന്ന് ആ കുട്ടീനെ പാമ്പ് കടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ അസ്വാഭാവികമായിട്ടാണ് ആ ഒരു സ്ത്രീ മരിക്കുന്നതെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേ ഏതെങ്കിലും തരത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഇവര് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും, സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി വെക്കട്ടോ. അല്ലാതെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് മാത്രമാണെങ്കിൽ, കാരണം അത് ആ ഒരു സമയത്ത് എന്ത് നടക്കണം, ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പീഡനം അവിടെ നടന്നിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അത് എന്തിൽ വരുള്ളൂ, സ്ത്രീധന മരണത്തിന്റെ പരിധിയിൽ വരുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഇവിടെ ശിക്ഷയായിട്ട് കൊടുക്കുക, എന്താണ്, സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം മുതൽ ജീവപര്യന്തമാണ്. എത്രയാണ്, 7 വർഷം. 7 വർഷം മുതൽ ജീവപര്യന്തമാണ് ഇവിടെ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ശിക്ഷ എന്താണ്, 7 വർഷം മുതൽ ജീവപര്യന്തം. ഇത് സ്വാഭാവികമായിട്ടുള്ള ജീവപര്യന്തമാണ് കേട്ടോ. അതായത് ജീവിതകാലം മൊത്തം ഉള്ളതല്ല. ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് 10 വർഷമാക്കാം, അല്ലെങ്കിൽ 14 വർഷമാക്കാം. അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ജീവപര്യന്തമായിരിക്കും കൊടുക്കുക. ഇനി അടുത്തത് സെക്ഷൻ 81 ആണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 81 എന്തിനെ കുറിച്ചാ പറയുന്നത്, നിയമാനുസൃതം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ഒരു സ്ത്രീയെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സഹവസിക്കുകയും ചെയ്യുക, ഇതിലൂടെ സ്ത്രീയെ കബളിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 81 എന്ന് പറയുന്നത്. അതായത് നിയമാനുസൃതമാണ് നമ്മൾ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീനെ പറ്റിപ്പിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക, അതിലൂടെ അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു പോവുക. അങ്ങനെ ഒരു വഞ്ചനാപരമായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്, സെക്ഷൻ 81. ഏതാണ്, സെക്ഷൻ 81. ഇവിടെ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്, 10 വർഷമാണ് തടവ് കേട്ടോ. 10 വർഷമാണ് തടവ്. അപ്പൊ നിയമാനുസൃതമായി വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ഭാര്യയെ വിശ്വസിപ്പിച്ചും കൊണ്ട് എന്ത് ചെയ്യാണ്, അവരുമായിട്ട് സഹവസിക്കുക. അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് എന്ത്, സെക്ഷൻ 81 പറയുന്നത് 10 വർഷം തടവ്. എത്രയാണ്, 10 വർഷം തടവ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 82. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിക്കുക. സെക്ഷൻ 82 പറയുന്നു, ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചാലുള്ള ശിക്ഷ. ഓക്കെ, ഒന്നെങ്കിൽ ഭാര്യ എന്ത് ചെയ്യുക, ഇപ്പം ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇവര് തമ്മിൽ ഡൈവേഴ്സ് ആവാതെ വേറൊരാളെ പോയിട്ട് അയാളുടെ കൂടെ കയറി താമസിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ, 7 വർഷം വരെ തടവ് കിട്ടാവുന്നതാണ്. കാരണം എന്താ, ഇവിടെ ഈ ഒരു ബന്ധം ഡൈവേഴ്സ് ആവാതെ മറ്റൊരു ബന്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ബന്ധം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോകും. അപ്പം അതിന്റെ ഒരു ശിക്ഷ എന്ന രീതിയിൽ 7 വർഷം വരെ തടവ് കിട്ടുന്നൊരു കുറ്റമാണ് ഇത് സെക്ഷൻ 82 പറയുന്നത്. ഓക്കെ, അതായത് ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു വിവാഹം കഴിച്ചാലുള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 82. അതായത് ലീഗലായിട്ട് നടന്നിട്ടുള്ള ആ ഒരു കല്യാണം ഡൈവേഴ്സ് ആവാതെ മറ്റൊരു കല്യാണത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതെന്താ, കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ ചെയ്താല് 7 വർഷം വരെ തടവ് കിട്ടും. എത്ര വർഷമാണ്, 7 വർഷം. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സെക്ഷൻ 84 ആണ്. 84 എന്ന് പറഞ്ഞാൽ എന്താണ്, വിവാഹിതയായ സ്ത്രീയെ ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഉദ്ദേശത്തിൽ വശീകരിച്ചു കൊണ്ടുപോവുക, ഒളിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്താലുള്ള ശിക്ഷയാണ്. ഓക്കെ, അതായത് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഓക്കെ, ഒരു സ്ത്രീ എന്താണ്, കല്യാണം കഴിഞ്ഞ സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്ത്രീനെ വശീകരിച്ച് കൊണ്ടുപോവുക, പ്രലോഭിച്ചും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പാർപ്പിക്കുക, തടഞ്ഞു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക.
അതായത് ആ സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 84 പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ആ ഒരു സ്ത്രീയുടെ അനുമതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സമ്മതത്തോട് കൂടിയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു പരിധിയിൽ വരില്ല. നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അല്ലെ ചാടി പോകുന്നത്. അവിടെ ആ സ്ത്രീ അറിഞ്ഞും കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ അവിടെ അയാള് രണ്ടാമത്തെ കല്യാണം കഴിച്ച ആള് കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ അവളെ കൊണ്ടുപോകുന്ന ആള് കുറ്റക്കാരനല്ല. കാരണം എന്താ? ആ സ്ത്രീയുടെ അനുമതിയോട് കൂടിയിട്ടാണ് പോകുന്നത്. എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ട് ആ സ്ത്രീനെ വശീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ സ്ത്രീനെ ഏതെങ്കിലും പ്രലോഭനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വഞ്ചനാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, അവളെ തട്ടിക്കൊണ്ടു പോയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുക, എന്നിട്ട് അവളുമായി ബന്ധപ്പെട്ട ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഏത് സെക്ഷനിൽ വരിക? സെക്ഷൻ 84 വരിക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഓർത്തു വെച്ചേക്കുക, 2 വർഷം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. എത്ര വർഷമാണ്? 2 വർഷം. അപ്പൊ സെക്ഷൻ 84 ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാല് എത്ര വർഷം തടവ് കിട്ടും? 2 വർഷം തടവായിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതായത് സ്ത്രീയുടെ സമ്മതത്തോടു കൂടി പോയി കഴിഞ്ഞാല് ഇവിടെ ആ ഒരു ശിക്ഷയൊന്നും കിട്ടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീയുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ സമ്മതമില്ലാതെയാണ് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതെങ്കിലാണ് ഈ ഒരു ശിക്ഷയുടെ പരിധിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ പറയാം. അടുത്ത സെക്ഷൻ പറയുന്നത് സെക്ഷൻ 85 ആണ്. സെക്ഷൻ 85 എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ബന്ധുവും അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 85. അതായത് ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിലല്ലാതെയും വേറെ പലതരത്തിലും എന്ത് ചെയ്യാറുണ്ട്? ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീനെ ഉപദ്രവിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ അമ്മായിമ്മ പോരെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി അതിന്റെ ഇന്റൻസിറ്റി കുറച്ചും കൂടി കൂടുതലാവുക. അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ബന്ധുവും അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷയാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 85 പറയുന്നത്. ഇനി എന്താണ് ശിക്ഷ? 3 വർഷം തടവാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് 3 വർഷം തടവ് കിട്ടും. ഇനി അവിടെ മനസ്സിലാക്കുക, എന്താണ് ക്രൂരത? എന്ത് ക്രൂരതയാണ് ഇവിടെ ചെയ്യാന്ന് മനസ്സിലാക്കുക. അതായത് ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുക അല്ലെ? അവളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും അവളെ വാക്കാൽ കൊണ്ടോ അല്ലെങ്കിൽ ദേഹോപദ്രവം നടത്തിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുക അല്ലെ? അവളെ ഒരു ആത്മഹത്യ ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക. അതൊക്കെ എന്താണ്? ഒരു ക്രൂരതയുടെ നിർവചനത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അവളുടെ മനസ്സിനോ ശരീരത്തിനോ കഠിനമായിട്ടുള്ള ക്ഷതങ്ങൾ ഏൽക്കുക അല്ലെ? മനസ്സിന് ഏൽക്കുന്ന മുറിവ്, അതായത് എന്തെങ്കിലും ഇപ്പൊ അവളെ കുറിച്ച് പറയാ, അവളെ വീട്ടുകാരെ പറ്റി പറയാ, അങ്ങനെയുള്ള രീതിയിൽ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയാം. ഓക്കെ, അതുപോലെ തന്നെ അവളെ ദേഹോപദ്രവം ചെയ്യുക, അടിച്ചിട്ടും തൊഴിച്ചിട്ടും അങ്ങനെയുള്ള ദേഹോപദ്രവങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ക്രൂരത എന്ന് പറയുന്ന നിർവചനത്തിൽ വരും അല്ലെ? നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ ഓരോന്ന് കേൾക്കാറുണ്ട്. അവിടെ കൃത്യമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ എന്താണ്? ഒരു ക്രൂരതയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊരു തരം സൈക്കോ രീതിയിലേക്ക് പെരുമാറുക അല്ലെ? അവളെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സ്ത്രീധനത്തിന്റെ പേരിൽ മാത്രം ആവണമെന്നില്ല, വേറെ രീതിയിലും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. സ്ത്രീധനത്തിന്റെ പേരിൽ മാത്രം ആവണമെന്നില്ല, വേറെ രീതിയിലും ഒരു സ്ത്രീ എന്താണ്, ആ സ്ത്രീ ഇവിടുന്ന് പോയേ മതിയാവും എന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് വേറെ കല്യാണം കഴിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു സ്ത്രീനെ എന്ത് ചെയ്യാം? ഈ രീതിയിലൊക്കെ ക്രൂരതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ? ക്രൂരതയുടെ നിർവചനമാണ്. എന്തൊക്കെയാണ്? ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക, അവളുടെ മനസ്സിനോ ശരീരത്തിനോ ഏൽക്കുന്ന ഉപദ്രവങ്ങള്, അതുപോലെ തന്നെ അവളുടെ കയ്യിലുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവളെ ഉപദ്രവിക്കുക. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ക്രൂരതയുടെ നിർവചനത്തിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു കഴിഞ്ഞാല് 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് കേട്ട് പഠിക്കുക. അത്രയും നമുക്ക് വഴിയുള്ളൂ. പഠിക്കണം. സെക്ഷൻസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? നിങ്ങൾ കുറേശ്ശെ ആയിട്ട് ഓരോ ദിവസം കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷയൊക്കെ ആകുമ്പോഴേക്കും നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് പരീക്ഷയെ സമീപിക്കാൻ പറ്റും. അല്ലാതെ ലാസ്റ്റ് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. ഓരോ ദിവസവും 5 സെക്ഷനെങ്കിലും ഞാൻ പഠിക്കും എന്ന് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കാനിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കടുകട്ടിയുള്ള ഭാഗവും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 88 ആണ്. ഏതാണ് സെക്ഷന്? 8 ഏതാണ് സെക്ഷന്? 8 അല്ലെ? ഒക്കെ അങ്ങനെ ഉണ്ട പോലെ കിടക്കുന്നില്ലേ? ഇതൊരു ഗർഭമായിട്ട് ആലോചിക്കുക അല്ലെ? ഒരു വയറ് പോലെ ആലോചിക്കുക. 88, അതായത് ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പറയുന്ന BNS-ലെ വകുപ്പാണ് ഏത്? സെക്ഷൻ 88. ഏതാണ് സെക്ഷന്? 88.
ഓർത്ത് വെച്ചേക്ക 8.8. ഇതാണ് ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ. അതായത് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുക എന്ന ഉദ്ദേശമല്ലാത്ത രീതിയിൽ ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പോകാൻ ഇടയാക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 88 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗർഭം അലസിപ്പിക്കുകയാണ്. അവിടെ എങ്ങനെയാണ്? ചില കേസിൽ പറയൂലേ, ചില കേസിൽ ഇപ്പം എന്താണ്, ചിലത് ഇപ്പൊ ഗർഭിണിയായി കഴിഞ്ഞാല് ചിലപ്പോ ആ കുഞ്ഞിനും അല്ലെങ്കിൽ അമ്മയ്ക്കും ദോഷമാവും എന്ന് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. അത് അബോർഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർ തന്നെ നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അബോർഷൻ ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു ഉദ്ദേശമല്ലാത്ത രീതിയിൽ, ഓക്കെ, അതായത് ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞും കൊണ്ട് ആ കുട്ടീനെ ഒഴിവാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന അബോർഷൻസ്, അങ്ങനെ അത് ആ ഒരു ഗർഭം അലസിപ്പിക്കാൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഒന്നെങ്കിൽ ആ ഒരു ഗർഭിണി പോകുന്ന വഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ വീഴ്ത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട്, അതിലൂടെ ആ കുട്ടി മരിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക. അല്ലെ, നമ്മൾ പല സീരിയലിൽ പണ്ടൊക്കെ കാണാറുണ്ട് അല്ലെ, അതിലൊക്കെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഈ രീതിയിലുള്ള ഗർഭം അലസിപ്പിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് എന്താ? 3 വർഷം തടവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗർഭം അലസിപ്പിക്കണം എന്ന രീതിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കിട്ടുന്ന ശിക്ഷ എന്താണ്? 3 വർഷം തടവാണ്. ഇനി അവിടെ ഈ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് ഒരു ചലനാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ കുറച്ചും കൂടി മാസങ്ങളായിട്ടുണ്ടാവും അല്ലെ, ഒരു ചലനാവസ്ഥയിലേക്ക് എത്താന്ന് പറയുമ്പോൾ കുട്ടിയുടെ ചലനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഗർഭസ്ഥ ശിശുവാണ് ഉദ്ദേശിക്കുന്നത്, പുറത്തെത്തിയിട്ടില്ല, ഗർഭസ്ഥ ശിശുവാണ്, അതിന്റെ ചലനാവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചലനാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞിനെയാണ് ഈ രീതിയിൽ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ 7 വർഷം വരെ തടവ് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ 3 വർഷം മാറിയിട്ട് എത്രയായി? 7 വർഷമായി. നോർമൽ ആണെങ്കിൽ 3 വർഷമാണ്. ഇനി ആ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് ഒരു ചലനാവസ്ഥയിലോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷ എത്രയായിട്ട് മാറും? 7 വർഷമായിട്ട് മാറും. ഓക്കെ, ഇനി ഇത് ഒരു സ്ത്രീ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഗർഭിണിയായ സ്ത്രീ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്, ആ ഗർഭിണിയായ സ്ത്രീക്കും ഈ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തിട്ട് ഈ കുഞ്ഞ് അബോർഷനായി പോയിക്കോട്ടെ എന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ആ ഗർഭിണിയും എന്ത് തന്നെയാണ്? കുറ്റക്കാരിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അത്രയാണ് നമ്മുടെ സെക്ഷൻ 88 പറയുന്നത്. ഇനി 89 പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന വകുപ്പാണ് 89. അങ്ങനെയാണെങ്കിൽ അവിടെ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും മാക്സിമം നോക്കിയാൽ ജീവപര്യന്തമാണ്. ഓക്കെ, അതായത് ഇപ്പം നോർമൽ കേസിൽ ഇപ്പം ആ ഒരു സ്ത്രീയുടെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന വിചാരിക്കാം. ഇനി സമ്മതമില്ലാതെയാണ് ആ ഒരു ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക അല്ലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പം ആ ഒരു ഗർഭിണിക്ക് ഈ ഒരു എന്താ പറയാ, ഗർഭിണി നടക്കുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഗർഭിണി വീഴണം അല്ലെങ്കിൽ അതിലൂടെ കുഞ്ഞ് നശിക്കണം എന്ന രീതിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അവിടെ ശരിക്കും ആ ഗർഭിണി അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 89. അങ്ങനെ ചെയ്താൽ ശിക്ഷ കുറച്ചും കൂടി കൂടും. മിനിമം 10 വർഷവും മാക്സിമം എന്തായിരിക്കും? ജീവപര്യന്തമായിരിക്കും. ഓക്കെ, മിനിമം എത്രയാണ്? 10 വർഷം, മാക്സിമം ജീവപര്യന്തവും. ഇനി ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കൃത്യം ആ സ്ത്രീയുടെ മരണത്തിന് കാരണമാവുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു നാട്ടുവൈദ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്, മരുന്നിലെ പച്ചമരുന്നൊക്കെ കൊടുത്തിട്ട് ആ ഒരു എന്താ പറയാ അതിലൂടെ അബോർഷൻ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കൊടുത്തിട്ട് അതിലൂടെ ആ ഒരു സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ, ആ ഒരു ഗർഭിണി മരണപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അബോർഷനുമായി ചെയ്യുന്ന അതായത് ഹോസ്പിറ്റലിലൊന്നും പോകാതെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ അബോർഷൻ ചെയ്തിട്ട് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ഗർഭിണി മരണത്തിന് ഇടയായിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷ എന്ന് പറയുന്നത് എന്താ? 10 വർഷമായിരിക്കും. ഇനി ആ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെയാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ജീവപര്യന്തമായിരിക്കും. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. 2 കേസ് മനസ്സിലാക്കുക. 89 എന്താ പറയുന്നത്? സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന വകുപ്പാണ് 89. അവിടെ 10 വർഷം മുതൽ ജീവപര്യന്തമാണ്. ഇനി ഇങ്ങനെ ഈ ഒരു ഗർഭം അലസിപ്പിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ത്രീ ഗർഭിണി മരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്ന് പറയുന്നത്? 10 വർഷം തടവ്. ഇനി അവിടെ ആ ഒരു സ്ത്രീയുടെ സമ്മതത്തോടെ അല്ലാതെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ആ സ്ത്രീ മരിച്ചു പോകുന്നതെങ്കിൽ അവിടെ അങ്ങനെ ചെയ്ത ആളുകൾക്ക് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ 88 മുതലാണ് ഇങ്ങോട്ടേക്ക് ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനുകൾ എന്ന് ഓർത്തു വെക്കട്ടോ. 8 മുതൽ ഇങ്ങോട്ടേക്ക് 89, 90 വരെയൊക്കെയാണ് ഈ പറഞ്ഞ അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അബോർഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനുകൾ. ഇനി നമ്മൾ ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോവുകയാണ്. ലാസ്റ്റ് ഭാഗം
കുട്ടികളെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ്. വളരെ കുറച്ച് സെക്ഷൻ കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ കുട്ടികളെ ബാധിക്കുന്ന ഏതു തരം കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 93 ഏതാണ് സെക്ഷന്? 93. അപ്പൊ 93 മുതൽ അങ്ങോട്ടാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒഫൻസുകൾ അഥവാ കുറ്റകൃത്യങ്ങൾ വരുന്നത്. അപ്പൊ സെക്ഷൻ 93 എന്തിനെ കുറിച്ചാ പറയുന്നത്? 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയുടെ മാതാപിതാക്കളോ രക്ഷിതാവോ കുട്ടിയെ ഉപേക്ഷിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ആ കുട്ടീനെ അവർക്കൊരു ബാധ്യതയായിട്ട് തോന്നുക, അല്ലെങ്കിൽ ആ കുട്ടീനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ കുട്ടിയുമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ടുണ്ട് പോരുക. അങ്ങനെ 12 വയസ്സിന് താഴെ, എത്ര വയസ്സാണെന്ന് ഓർത്ത് വെക്കണം, 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രക്ഷിതാക്കളോ കുട്ടിയെ ഉപേക്ഷിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 93 പറയുന്നത് 7 വർഷം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ഓർത്ത് വെക്കണം, 7 വർഷം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഇങ്ങനെ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. എത്ര വയസ്സിനാണ്? 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്നും കൂടി ഓർത്ത് വെക്കാം. ഇനി 94 പറയുന്നത് ഒരു കുട്ടി പിറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിറക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ പിറന്നുകൊണ്ടിരിക്കുമ്പോഴോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൃതദേഹം എവിടെയെങ്കിലും രഹസ്യമായിട്ട് കുഴിച്ചു മൂടുക. അങ്ങനെ ആ കുട്ടിയുടെ ജനനം തന്നെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ജനനം തന്നെ മനഃപൂർവ്വം മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 94 പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ അടുത്ത ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചിലപ്പം വീട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന്. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ടാവും അല്ലെ, 7ഓ 8ഓ മാസത്തിലൊക്കെ പ്രസവിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 9ആം മാസത്തിൽ പ്രസവിച്ചെന്ന് കരുതുക. എന്നിട്ട് ആ ഒരു പ്രസവത്തിൽ ചിലപ്പം കുട്ടി മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടീനെ കൊല്ലുക. അങ്ങനെ കൊന്ന ശേഷം അല്ലെങ്കിൽ മരിച്ച ശേഷം ആ കുട്ടീനെ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുഴിച്ചിടുക അല്ലെ. അതായത് ആ കുട്ടി അങ്ങനെ ജനിച്ചിട്ടില്ല എന്ന് എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വസിപ്പിക്കുക. അങ്ങനെ കുട്ടിയുടെ ജനനം ഒളിപ്പിച്ച് വെച്ച് ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താ? 2 വർഷമാണ് തടവായിട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 വർഷമാണ്, 2 വർഷം തടവാണ്. ഏതിലാണ് പറയുന്നത്? സെക്ഷൻ 94. ക്ലിയർ അല്ലേ? 93ഉം 94ഉം ആണ് നമ്മളിപ്പോ കുട്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 93 എന്തായിരുന്നു? 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ ഉപേക്ഷിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള രക്ഷകർത്താക്കളോ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 93. 7 വർഷം തടവാണ്. സെക്ഷൻ 94 പറയുന്നത് എന്താണ്? ഒരു കുട്ടി പിറക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പിറന്നതിന് ശേഷമോ പിറന്നുകൊണ്ടിരിക്കുമ്പോഴോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കുഴിച്ചു മൂടുക അല്ലെ, കുഴിച്ചിട്ടിട്ട് രഹസ്യമായിട്ട് കുഴിച്ചിടുക. അങ്ങനെ ആ കുട്ടിയുടെ ജനനം മറച്ചു വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് സെക്ഷൻ 94 പറയുന്നത്. അവിടെ എത്രയാണ്? 2 വർഷമാണ് തടവായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സെക്ഷൻ 95 ആണ്. 95ൽ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായിട്ട് ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുക. ഓക്കെ, ഇപ്പൊ ഒന്നെങ്കിൽ ഭിക്ഷാടനത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിലുള്ള എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ വാടകയ്ക്ക് എടുക്കുക. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 95 പറയുന്നത്. ഇവിടെ ഒക്കെ മനസ്സിലാക്കുക, കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയെ പറ്റിയിട്ട് നിർവചിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ BNS പറയുന്നുണ്ട്, കുട്ടി സെക്ഷൻ 2(3) പറയുന്നുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടിയായിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടീനെ വാടകയ്ക്ക് എടുക്കുകയാണ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നെങ്കിൽ മോഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് കുട്ടിയെ വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ശിക്ഷ എന്താ? 3 വർഷം തടവാണ്. എത്ര വർഷമാണ്? 3 വർഷം തടവ്. അതാണ് സെക്ഷൻ 95 പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 96 പറയുന്നത് എന്താ? ഏതെങ്കിലും കുട്ടിയെ മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിന് നിർബന്ധിച്ചാലുള്ള ശിക്ഷയാണ്. ഇപ്പൊ ഒരു കുട്ടീനെ പിടിച്ചിട്ട് അത് ഏതെങ്കിലും ഒരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യുക? നിർബന്ധിക്കുക. അങ്ങനെ ചെയ്താലുള്ള ശിക്ഷ എന്താ? സെക്ഷൻ 96 വരും. ഓക്കെ, അത് സെക്ഷൻ 96 പ്രകാരം 10 വർഷമാണ് തടവ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് പോക്സോ ആക്ടിൽ വേറെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്, അവിടെ വേറെ സെക്ഷൻസ് പഠിക്കാനുണ്ട്. ഇത് BNS പറയുന്ന വകുപ്പുകളാണ്. അപ്പൊ മനസ്സിലാക്കുക, 96 എന്താ പറയുന്നത്? ഒരു കുട്ടീനെ മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ നിർബന്ധിക്കുക. അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് സെക്ഷൻ 96 പറയുന്നത് 10 വർഷമാണ് തടവ്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 97 ആണ്. സെക്ഷൻ 97 പറയുന്നത് 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ അതിന്റെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും വസ്തു മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തട്ടിക്കൊണ്ടുപോവുക. ഓക്കെ,
അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക. തട്ടിക്കൊണ്ടുപോകണതിന്റെ ഉദ്ദേശം എന്താണ്? കുട്ടിയുടെ മേത്തപ്പം കഴുത്തിലുള്ളതോ അല്ലെങ്കിൽ കയ്യിലുള്ളതോ കാലിലുള്ളതോ ഒക്കെ തട്ടിയെടുക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കുട്ടീനെ തന്നെ എന്ത് ചെയ്യുക? തട്ടിക്കൊണ്ടുപോവുക. ആ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് പറയുന്ന BNS ലെ വകുപ്പാണ് ഏത്? സെക്ഷൻ 97. ഓക്കെ, 97 എന്താ പറയുന്നത്? 10 വയസ്സ്. എത്ര വയസ്സാണ്? 10 വയസ്സ്. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ അതിന്റെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും വസ്തു മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തട്ടിക്കൊണ്ടുപോവുക. അതാണ് സെക്ഷൻ 97 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 93 മുതലാണ് ഇങ്ങോട്ടേക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ലാസ്റ്റ് 2 സെക്ഷനുകൾ കൂടിയുണ്ട്. ഇവിടെ നമ്മൾ പറയാൻ വിട്ടു അല്ലെ, 7 വർഷമാണ് തടവ് ട്ടോ. ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 7 വർഷമാണ് തടവായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ നോക്കുക, 98. 98 എന്തിനെ കുറിച്ചാ പറയുന്നത്? 98 ഒരു കുട്ടീനെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിൽക്കുക അല്ലെങ്കിൽ കൂലിക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് 98 പറയുന്നത്. 10 വർഷമാണ് ഇവിടെ തടവായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ എന്ത് ചെയ്യുക? വിൽക്കുക. ഒന്നുകിൽ അവരുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മ ആരും ആയിക്കോട്ടെ, അങ്ങനെ കുട്ടീനെ വിൽക്കുക അല്ലെങ്കിൽ കൂലിക്ക് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഒരു വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ശിക്ഷ എന്ന് പറയുന്നത് എന്താ? 10 വർഷമാണ് തടവ്. ഇനി ഇവിടെ ഒരു കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്? കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ 7 മുതൽ 14 വർഷം വരെ അവിടെ എന്ത് കിട്ടും? തടവ് കിട്ടും. ഓക്കെ, അപ്പൊ കുട്ടീനെ അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാല് 10 വർഷം വരെയാണെങ്കിൽ തടവ് എങ്കില് കുട്ടീനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ? നമുക്ക് 14 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കുട്ടീനെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിൽക്കാനോ വാങ്ങാനോ ഒന്നും പാടില്ല എന്നാണ് സെക്ഷൻ 98ഉം 99ഉം പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വിറ്റ് കഴിഞ്ഞാല് അല്ലെങ്കിൽ കൂലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 10 വർഷം വരെ തടവ് കിട്ടും. ഇനി വാങ്ങുകയാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ കുട്ടീനെ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് 14 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ 93 മുതലാണ് നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്. 93 എന്താ നമ്മൾ പറഞ്ഞത്? 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ എന്ത് ചെയ്യാണ്? ഉപേക്ഷിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉപേക്ഷിക്കുകയാണ്. അതാണ് സെക്ഷൻ 93 പറയുന്നത്. അങ്ങനെ ചെയ്താല് എത്രയായിരുന്നു? 7 വർഷം തടവ്. 94 ആണെങ്കിലോ അല്ലെ, ഒരു കുട്ടി ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ ജനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാല് ആ ഒരു കുട്ടീനെ എന്ത് ചെയ്യുക? കുഴിച്ചിടുക അല്ലെ, അതിലൂടെ ആ കുട്ടിയുടെ ജനനം മറച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് 94 പറയുന്നത്. 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. 95 എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുക. അങ്ങനെ ചെയ്താല് 3 വർഷം വരെ തടവാണ്. വാടകയ്ക്ക് എടുക്കുക 3 വർഷം. ഓർത്തു വെക്കുക, വാടകയ്ക്ക് എടുക്കുക 3 വർഷം. ഇനി ഏതെങ്കിലും കുട്ടിയെ മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ അവിടെ ശിക്ഷ എന്താ? 10 വർഷം വരെ തടവാണ്. ഓക്കെ, അതുപോലെ തന്നെ 10 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടീനെ ആ കുട്ടിയുടെ ദേഹത്തുള്ള എന്തെങ്കിലും കാര്യം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അവിടെ എത്രയാണ്? 7 വർഷം വരെ തടവാണ്. ഇനി ഒരു കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിൽക്കുക അല്ലെങ്കിൽ കൂലിക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ 10 വർഷം വരെ തടവാണ്. എന്നാൽ ഈ രീതിയിൽ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങി കഴിഞ്ഞാൽ അവിടെ 14 വർഷം വരെ തടവുമാണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ സെക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. അടുത്ത ആഴ്ച വരെ സമയമുണ്ട്. അപ്പൊ ഓരോ ദിവസവും പറയുന്ന പോലെ തന്നെ ഒരു 3-4 സെക്ഷൻസ് വെച്ചിട്ടെങ്കിലും പഠിച്ചെടുക്കുക. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് അത് എന്തായാലും പഠിക്കുക. ബാക്കിയുള്ളതിലുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പറ്റുവാണെങ്കിൽ പഠിക്കുക. ഏറ്റവും വളരെ എന്താ പറയാ ഒട്ടും പ്രധാനപ്പെട്ടതല്ലാത്തത് മാത്രം എന്ത് ചെയ്താൽ മതി? സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഒരുവിധം സെക്ഷൻസ് ഒക്കെ പഠിക്കണമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഇംഗ്ലീഷിലുള്ള ടേമും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നന്നായിട്ട് പഠിച്ചു വരിക. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്